ഹായ്, മലയാളി ഫ്രം ഇന്ത്യ. ഇന്നലെ ആ സിനിമ കാണാൻ പറ്റി. മലയാള സിനിമയുടെ ഈ സുവർണ്ണ കാലഘട്ടത്തിൽ, അതായത് 2024 സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ മലയാള സിനിമ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും ഒന്നിനൊന്ന് മികച്ച പടങ്ങളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുവർണ്ണ കാലഘട്ടത്തിൽ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സിനിമയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നിവിൻ പോളിയുടെ ആ ഒരു ക്യാരക്ടർ, വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസൻ്റെ പടത്തിൽ കൂടി അദ്ദേഹം നല്ലൊരു ക്യാരക്ടർ ചെയ്തുകൊണ്ട് തിരിച്ചു വരികയും അതുപോലെ തന്നെ ഈ ഒരു പടം നല്ലൊരു ബ്രേക്ക് കൊടുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ആ പടം, ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ നമുക്ക് കാണുന്ന ആർക്കും അങ്ങനെ ഒരു നെഗറ്റീവ് പറയാൻ കഴിയുന്ന രീതിയിലുള്ളൊരു പടമല്ല. കാരണം ഏത് പടം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പടത്തിനകത്ത് നമുക്ക് നെഗറ്റീവുകളൊന്നും അങ്ങനെ വലിയതായിട്ട് പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പടമാണ്. കേരളത്തിലെ ആൾക്കാരുടെ മനസ്സെങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. കേരളത്തിൽ നമ്മൾ എന്ത് തോന്നിയ ദിവസം കാണിക്കാനും, കേരളത്തിൽ ആരോട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാനും പറയാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. പക്ഷേ നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാലാണ് നമ്മുടെ കേരളത്തിൻ്റെ വിലയും കേരളത്തിലെ നമുക്കുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. നിവിൻ പോളിയുടെയൊക്കെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടനെ പോലെയൊക്കെ കോമഡി നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു ആളാണ് നിവിൻ പോളി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ സിനിമയിൽ ചെറിയ നാച്ചുറലായിട്ടുള്ള കോമഡികൾ, അദ്ദേഹം പറയുന്ന ഡയലോഗുകളൊന്നും നമുക്കൊരു അഭിനയമായിട്ട് തോന്നാറേയില്ല, തോന്നത്തില്ല. ഈ പടത്തിൽ അതുപോലെ തന്നെയാണ്. നമുക്ക് ഒരുപാട് കോമഡികൾ, നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ട്. അതേസമയം ഒരുപാട് മനുഷ്യരും മനസ്സിലാക്കിയിരിക്കേണ്ട, മലയാളികൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട, യുവാക്കളും യുവതികളുമായിട്ടുള്ള ആൾക്കാരും ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ പടത്തിലൂടെ ഈ സംവിധായകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ എല്ലാ മതങ്ങളെയും, എല്ലാ രാഷ്ട്രീയക്കാരെയും, എല്ലാവരെയും കളിയാക്കിക്കൊണ്ടും എല്ലാവരെയും വിമർശിച്ചുകൊണ്ടും ഒക്കെ ഉള്ളൊരു സിനിമയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് മനുഷ്യസ്നേഹം എങ്ങനെയാണ് കാണിക്കേണ്ടതെന്നും, മനുഷ്യൻ തമ്മിലാണ് സ്നേഹിക്കേണ്ടതെന്നും, മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ നോക്കിയല്ല സ്നേഹം കാണിക്കേണ്ടതെന്നും ഒക്കെ പറയുന്ന ഒരു നല്ലൊരു സിനിമയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന, ഫാമിലിയായിട്ട് കാണാൻ കഴിയുന്നൊരു സിനിമയാണ് ഇത്. കാരണം ബോറടിക്കത്തില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്തിലെ നായിക പ്രാധാന്യം ഒന്നും അധികമൊന്നുമില്ല. നായിക എന്ന് പറയുന്നത് അനശ്വര രാജനാണ്. ഒരു പാട്ടിൽ മാത്രമേ ഉള്ളൂ അനശ്വര രാജൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇന്ത്യ വിട്ട് പോവുകയാണ്. സെക്കൻഡ് ഹാഫൊക്കെ ദുബായിലാണ് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ആടുജീവിതത്തിലെ ആ ഒരു സെറ്റൊക്കെ നമുക്ക് ഓർമ്മ വരും, ആ ഒരു ദുബായിലെ ഇതൊക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ പിന്നെ ലാസ്റ്റിലോട്ടൊക്കെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേന് ശരിക്കും നമുക്ക് നിറഞ്ഞു, നമുക്ക് ശരിക്കും വേദന എടുക്കുന്നു. നമ്മൾ ഉള്ളിനുള്ളിൽ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനകത്ത് കാണിക്കുന്നത്. നല്ല രസമുണ്ടാണ് പടം. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റുന്ന വർത്തുള്ള നല്ലൊരു പടമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സമയത്ത് മലയാളികളെല്ലാവരും കണ്ടിരിക്കേണ്ട, മലയാളികൾ അഭിമാനത്തോടെ കണ്ടിരിക്കേണ്ട പടമാണ് ഈ പടം. അതായത് ഇതിനകത്തൊരു ഡയലോഗുണ്ട്. അവസാനം ഒരു പാകിസ്ഥാനി ഒരാൾ പറയുന്നൊരു ഡയലോഗുണ്ട്. നിങ്ങളോട് അസൂയ തോന്നിയ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ, അതാണ് നിങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് മതവും രാഷ്ട്രീയവും ജാതിയും മതവും കളറും ഭാഷയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളെ പോലെ കാണുന്ന, ആരോടും ഒരു ദേഷ്യമില്ലാത്ത, ഒന്നുമില്ലാത്ത, എല്ലാവരും ഒരുമിച്ച് കഴിയുന്ന, മറ്റുള്ള രാജ്യക്കാർക്ക് അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഇന്ത്യയെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും, നമ്മൾ പ്രൗഡായി പോകും. പ്രത്യേകിച്ച് കേരളത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളമാണ്. മലയാളികളാണ് നമുക്കങ്ങനെ, എനിക്കൊന്ന് ഈ കാലഘട്ടത്തിൽ ഉള്ളിനുള്ളിലുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് ആരും വെളിയിലൊന്നും കാണിക്കാറൊന്നുമില്ല. വീടുകൾ പഴയ കാലത്തിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചും അവരുടെ വിഷയങ്ങളിൽ, അവരുടെ കുടുംബകാര്യങ്ങൾ വരെ ഇടപെടാൻ കഴിയുന്ന ഒരു രീതിയിലായിരുന്നു പണ്ടത്തെ നമ്മളുടെ ആ ഒരു കാലങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം അതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് അയലത്തുകാരോടും അല്ലെങ്കിൽ മറ്റു മതക്കാരോടും ഒന്നും നമുക്കങ്ങനെ ദേഷ്യമോ ഒന്നുമില്ല. നമ്മളെല്ലാ സഹോദരങ്ങളെ പോലെ തന്നെയാണ് കഴിയുന്നത്. ആ ഒരു സംഭവങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മുടെ ആ ഒരു പ്രൗഡ് മൊമെൻ്റാണ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ഫീൽ ചെയ്യുന്നത്. നമ്മൾ മലയാളിയാണെന്നുള്ള ആ ഒരു പ്രൗഡ് മൊമെൻ്റാണ് ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനൊരു മലയാളിയെ ജനിച്ചത്, നമ്മുടെ ഈ ഒരു പുണ്യം, അല്ലെങ്കിൽ നമ്മൾ മലയാളിയായി ജനിച്ചത് എന്തുകൊണ്ടും നമുക്കൊരു പ്രൗഡാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള പടമാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ റോളും പറയാതിരിക്കാൻ കഴിയില്ല. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കോമഡിയാണ്. പക്ഷേ നാട്ടിലുള്ള യുവാക്കളിൽ ചിലരും ഇങ്ങനെയുണ്ട്. ചില ആൾക്കാരും ഈ ഒരു രീതിയിലും ഈ ഒരു സ്വഭാവക്കാരായിട്ടുള്ള യുവാക്കളെയും കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അജു വർഗീസ് എന്ന് പറയുന്നൊരു വ്യക്തി, ആ വ്യക്തി സിനിമയിൽ വരണമെന്നില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ഇത്രയുള്ളൊരു ഫോട്ടോ മാത്രമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. പക്ഷേ ആ ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ ആൾക്കാരുടെ ആ കയ്യടിയും ചിരിയും കിട്ടുന്നതെന്ന് പറയുന്നത് അജു വർഗീസിനോടുള്ളൊരു, അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹമാണ് മലയാളികൾ നമ്മൾ കാണിക്കുന്നത്. കാരണം വെച്ചാൽ ആ ഒരു രീതിയിലാണ് പുള്ളിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിവിൻ പോളിയുടെയും ധ്യാൻ ശ്രീനിവാസൻ്റെയും മഞ്ജു പിള്ള, അതുപോലെ പിന്നെ വേറെ കുറേ നല്ല പുതിയ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അവരുടെയൊക്കെ അഭിനയം വളരെ മികച്ച രീതിയിലാണ്. അത് കാണാൻ നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞ ബോറടിക്കാത്ത രീതിയിൽ നല്ല രസമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു മലയാള സിനിമയുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സിനിമയും കൂടി വിജയിച്ച് കോടികളൊന്നും 100 കോടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊന്നും പോയില്ലെന്ന് പറഞ്ഞാലും ഈ പടവും മലയാളികളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു പടമാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ ഇതാണ് എൻ്റെ ഈ പടത്തിനെ പറ്റിയുള്ള അഭിപ്രായം. ഓക്കെ.